വെളിച്ചം തേടിയുള്ള യാത്രയിൽ മനസ്സിനും ശരീരത്തിനും ഒരുപോലെ ഗുണം ചെയ്യുന്ന ഒന്നാണ് ഫോർഗിവ്നെസ്. അതായത് നമ്മളോട് തെറ്റ് ചെയ്തവരോട് നിഷ്കളങ്കമായി പുറത്തു കൊടുക്കുക എന്നതുകൊണ്ടുള്ള ഉദ്ദേശം അവൻ ചെയ്ത തെറ്റിനെ നിരാകരിക്കുകയോ അതിനെ അവഗണിക്കുകയോ ചെയ്യുക എന്നതല്ല, മറിച്ച് അവൻ നന്നാവണമെന്ന ഉദ്ദേശത്തോടു കൂടി അവൻക്ക് പുറത്തു കൊടുക്കുക. അതോടൊപ്പം നമുക്കുണ്ടാവുന്നത് നമ്മുടെ മനസ്സിനും ശരീരത്തിനും ഒരു ആത്മസംതൃപ്തി, ഒരു സമാധാനം ഉണ്ടാവും. അവനോടുള്ള പകയില്ലാതെ, അവനോടുള്ള ദേഷ്യമില്ലാതെ, നമ്മളോട് തെറ്റ് ചെയ്തവരോടും നമ്മളെ അതിക്രമിച്ചവരോടും നമ്മൾ നല്ല രീതിയിൽ പെരുമാറുമ്പോൾ സ്വാഭാവികമായും അവർക്ക് അതിലൊരു വിഷമമുണ്ടാവുകയും മനസ്സിനൊരു സമാധാനക്കേടുണ്ടാവുകയും നമുക്കതൊരു സമാധാനമായി മാറുകയും ചെയ്യും. നമ്മൾ മറ്റുള്ളവർക്ക് പുറത്തു കൊടുക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ മനസ്സിൽ കുമിഞ്ഞു കൂടിയ ദേഷ്യത്തിൻ്റെയും വൈരാഗ്യത്തിൻ്റെയും ക്രോധത്തിൻ്റെയും പകയുടെയും എല്ലാം ചിന്തകളും അരിഞ്ഞ് ഇല്ലാതെയായിപ്പോയി നമ്മുടെ മനസ്സിന് ഒരു ശാന്തിയും സമാധാനവും ഉണ്ടാവുക എന്നതാണ് ഈ ഫോർഗിവ്നെസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഈ ശാന്തിയും സമാധാനവും ഉണ്ടാകുമ്പോൾ നമുക്ക് നല്ല നല്ല കാര്യങ്ങൾ ആലോചിക്കാനും നല്ല നല്ല കാര്യങ്ങൾ ചിന്തിക്കാനും അതിനനുസരിച്ച് പ്രവർത്തിക്കാനും നമ്മുടെ മനസ്സും ശരീരവും സന്നദ്ധമാകും. അങ്ങനെ നമ്മൾ നമ്മുടെ ലക്ഷ്യത്തിലേക്ക്, നമ്മുടെ വെളിച്ചം നേടിയുള്ള യാത്രയിലെ കല്ലും മുള്ളും വലിയ തടസ്സങ്ങളുമെല്ലാം ഈ ഫോർഗിവ്നെസ്സിലൂടെ നമുക്ക് നീക്കാൻ സാധിക്കും.